ഓരോ ദിവസവും നിരവധി ദൂരം താണ്ടിയാണ് മിക്ക ലോട്ടറി കച്ചവടക്കാരും അവരുടെ ലോട്ടറി ഒക്കെ വിൽക്കുന്നത്. അത്തരത്തിൽ വെയിലും മഴയും കൊണ്ട് നിരവധി ദൂരം താണ്ടി ലോട്ടറി കച്ചവടം നടത്തുന്നയാളാണ് മാണിക്കൻ. 72 വയസ്സുണ്ട് അല്ലെ. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഒരാൾ പറ്റിച്ചു. സംഭവം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയും. എന്താ ഇന്നലെ സംഭവിച്ചത്? അവര് എന്റെ ടിക്കറ്റ് തണ്ട് 5000 ഉണ്ടെന്ന് പറഞ്ഞതാ. 5000 ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞതാ. അവർ എന്നെ അടുപ്പിച്ച് ഏൽപ്പിച്ചതാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അവർക്ക് എനിക്ക് വാക്കുവാദം ആയി. അപ്പോൾ ഇത് 5000 രൂപ ഞാൻ കൗൺസിലറെ കൗൺസിലറെ அப்படின்னு என்கிட்ட പറഞ്ഞതാ. പറഞ്ഞിട്ട് ടിക്കറ്റ് തന്നിട്ട് ഒരേ പോക്ക പോയി. നമ്മൾ പകരം കയ്യിലിരുന്ന ലോട്ടറി ടിക്കറ്റുകളാണ് കൊടുത്തത്. 101 ടിക്കറ്റ് അവർ എന്നെ കൈപ്പറ്റിട്ട് പോയി. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കാറിൽ വന്ന ഒരാള് ഒരു ലോട്ടറി കാണിച്ച് പറ്റിച്ചു. അതായത് ആ ലോട്ടറിയുടെ നമ്പർ തിരുത്തി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 5001 രൂപ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലോട്ടറി കയ്യിലിരുന്ന 101 ലോട്ടറി അല്ലേ, 101 ലോട്ടറി പറ്റിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞത്? എന്റെ ഒന്നും വേറെ പറയില്ല, ഒരേ പോക്ക പോയി. 5000 പ്രൈസ് ഉണ്ട്. ഞാൻ കൗൺസിലർ കൊടുമൺ കൗൺസിലറിന് പറഞ്ഞതാ. എന്നിട്ട് എപ്പോഴാ മനസ്സിലായത് ഇത് പറ്റിച്ചതായി, ലോട്ടറി തെറ്റിച്ചതാന്ന്? എപ്പോഴാ മനസ്സിലായത്? പത്തനംതിട്ട ചെന്നപ്പോഴാണോ? ഇല്ല, ഇവിടെ വെച്ചാ. അവിടെ വെച്ച് മനസ്സിലായോ ഈ ലോട്ടറി? രാവിലെ പത്തേകാൽ ഇവിടെ വെച്ച് പറ്റി കൊണ്ടുപോണതാ. രാവിലെ ഈ തന്ന ലോട്ടറി സമൃദ്ധി ലോട്ടറിയുടെ അവസാനത്തെ അക്കം 3 എന്നുള്ള അക്കം 5 ആക്കി മാറ്റിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വെട്ടിപ്പ് നടത്തിയത്. അദ്ദേഹം പിന്നീട് ലോട്ടറി ഏജൻസി ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയെന്ന് അറിയുന്നത്. ആ സമയത്ത് അവിടെ എന്താ പറഞ്ഞത്? ഏജൻസിയിൽ എന്താ പറഞ്ഞത്? ഈ പ്രൈസ് ഇല്ല அப்படின்னு പറഞ്ഞത്, വേറെ ഒന്നും പറയില്ല. അപ്പം ഈ ഇതിന് പ്രൈസ് ഇല്ല എന്ന് പറഞ്ഞു. രാവിലെ മുതൽ അധ്വാനിച്ച പൈസ മൊത്തം, അതായത് ആ ലോട്ടറി ടിക്കറ്റ് മുഴുവൻ അയാൾ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി, അത്രയും കൊണ്ടുപോയി. എന്താ തോന്നിയത് എന്താന്ന് ആ സമയത്ത്? എനിക്കെന്താ അറിയാം, അവർ എന്നിട്ട് ഇവിടെ നിന്ന് എൻ്റെ 5000 പ്രൈസ് ഉണ്ട്, ടിക്കറ്റ് ഞാൻ തരാം, അവിടെ എത്ര ടിക്കറ്റ് ഉണ്ട് അത്രയും ഒന്നിച്ച് ഞാൻ വാങ്ങിட்டு போகிறோம்னு அவன் என்கிட்ட പറഞ്ഞത്. அப்போ நாங்கள் 2 பேருக்கு வாக்குவாதம், ஒரு அரை மணி நேரம் வாக்குவாதத்தில் அவர் நான் கவுன்சிலரே கொடுமன் கவுன்சிலரே நான் அப்படி பற்றிக்கிற ஆள் இல்லை அப்படின்னு என்கிட்ட പറഞ്ഞ് ഞാൻ ടിക്കറ്റ് പറ്റിച്ച് കൊണ്ടുപോയി. എന്നിട്ട് പരാതി വല്ലതും കൊടുത്തോ പോലീസ് സ്റ്റേഷനിൽ? പരാതി കൊടുത്താൽ അവർ ഒന്നും കേട്ടില്ല. ഈ പറ്റിച്ച ആളെ കണ്ടാൽ അറിയാൻ പറ്റുമോ? അയാൾ എന്തെങ്കിലും അടയാളം വല്ലതും ഉണ്ടോ? നമ്മൾക്ക് അറിയാമില്ലയ്യ. ഒവ്വൊരു ആളും ഒവ്വൊരു ടാക്സിയിൽ പറഞ്ഞ് പോകുന്നത് നമ്മൾക്ക് അറിയുമയ്യ. അദ്ദേഹം വന്ന വാഹനത്തിന്റെ നമ്പർ വല്ലതും അറിയാമോ? അദ്ദേഹം വന്ന വാഹനത്തിന്റെ നമ്പർ വല്ലതും അറിയാമോ? 3517 3517 എഴുതിക്കുള്ള പോയി. അതാണോ ലാസ്റ്റ് നമ്പർ? കാറിലാണോ വന്നേ? വെള്ള വണ്ടിയാ, ഇതാ മാതിരി വെള്ള വണ്ടിയാ. ഇനിയിപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. എന്തെങ്കിലും CCTV വല്ലതും കിട്ടുമോ നോക്കിയോ? ஒன்றும் பறையில, ஏன்ட்ட ஒன்றுமே அவர் பறையில. நான் ஸ்டேஷனுக்கு போனேன், சரி இந்த மாதிரி திருச்சி அனுப்பிச்சிருக்கான் நம்பரு, நீங்கள் எனக்கு ஆக்சிடென்ட் எடுத்து தாங்கன்னு நான் ஜோதிச்சேன். அங்கே ஒக்கத்தில்லன்னு പറഞ്ഞു விட்டலாம். എന്താ വീട് എവിടാ? വീട് തിരുനെൽവേലിയാ. ആ, ഇപ്പോൾ 7 കൊല്ലം ടിക്കറ്റ് വിൽക്കാം. 7 കൊല്ലം ആയി. അദ്ദേഹം തിരുനെൽവേലി സ്വദേശിയാണ്. 72 വയസ്സുണ്ട്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ ഈ പത്തനംതിട്ട കൊടുമൺ ഭാഗങ്ങളിലെല്ലാം നടന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെയാണ് ഇത്തരത്തിൽ ഒരാൾ പറ്റിച്ചത്. ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിന് പോലീസിൽ പരാതി നൽകി ഇയാളെ പിടികൂടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ക്യാമറമാൻ രതീഷ് മൺബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.